ആത്മീയ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാനോട് പ്രേമമുള്ള രാഷ്ട്രം എന്ന നിലയിലാണ് ഭാരതം എന്ന പേര് വന്നത്. ഈ ഭാരതത്തിലെ ഓരോ ദിവസവും നമുക്ക് പുണ്യദിനങ്ങളാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. എങ്കിൽ പോലും ചില ദിവസങ്ങളെ, ചില ദിനങ്ങളെ ഏറെ പുണ്യമുള്ളതായിട്ട് നമ്മൾ പറയപ്പെടുന്നു. അന്നേ ദിവസം നമ്മൾ വളരെ വിശേഷപ്പെട്ടതായി ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്ന, അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഇവയെല്ലാം. ഈ ഓരോ ദിനങ്ങളിലും ഇന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കണമെന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആചരണ പദ്ധതിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ശിവരാത്രി. രാത്രി എന്നാൽ ഇരുട്ട് നിറഞ്ഞത് എന്നാണ് അർത്ഥം. നമുക്കറിയാം, 24 മണിക്കൂറിലെ ഏകദേശം പകുതിയോളം ഭാഗം ഇരുട്ട് തന്നെയാണ്. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം എന്നാണ്. അതായത് മംഗളത്തെ പ്രദാനം ചെയ്യുന്ന രാത്രി, നമുക്ക് അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന രാത്രി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഈ ശിവരാത്രി എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഏതൊക്കെ ദിവസമാണ് ശിവരാത്രി വരുന്നത്? ശരിക്കു പറഞ്ഞാൽ നിത്യശിവരാത്രി ഉണ്ട്, എല്ലാ ദിവസവും ശിവരാത്രി വരുന്നുണ്ട്. പക്ഷ ശിവരാത്രിയുണ്ട്, നമുക്കറിയാം, വെളുത്ത പക്ഷം, കറുത്ത പക്ഷം, അങ്ങനെയൊക്കെ. മാസ ശിവരാത്രിയുണ്ട്, യോഗ ശിവരാത്രിയുണ്ട്, മാഘ ശിവരാത്രിയുണ്ട്. മാഘ ശിവരാത്രി എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം. ആ ദിവസമാണ് നമ്മൾ മഹാശിവരാത്രിയായിട്ട് ആചരിക്കുന്നത്. ബാക്കിയുള്ളതൊന്നും നമ്മളത്ര ആചരിച്ചു കാണാറില്ല. എന്നാൽ ഈ ശിവരാത്രി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും നമുക്കറിയാം, ശിവരാത്രി ദിവസം വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്രതമനുഷ്ഠിക്കുന്നത് ഒരിക്കലും ഭഗവാന് വേണ്ടിയിട്ടല്ല, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ രാജാക്കന്മാരൊക്കെ ഉള്ളപ്പോൾ ഈ രാജാക്കന്മാരുടെ കൂടെയുള്ളവർ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല സ്തുതികളൊക്കെ പറയും. അതോടുകൂടി രാജാവ് സന്തോഷിക്കും, എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ ഇവിടെ സ്തുതിച്ചതുകൊണ്ട് ഭഗവാൻ കൂടുതൽ സന്തുഷ്ടനാകുന്നുവോ, അല്ലെങ്കിൽ സ്തുതിക്കാത്തവരോട് ദേഷ്യമോ, ഇങ്ങനെയൊന്നും ഭഗവാനില്ല. ഇവിടെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ശരിയായ പാതയിൽ സഞ്ചരിക്കാനും വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ. പിന്നെ ഈ വ്രതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ആഹാര നിയന്ത്രണം. നാക്കിന്മേൽ നമുക്കൊരു നിയന്ത്രണം കൂടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവയെല്ലാം ചെയ്യുന്നത്. നമ്മൾ അതിന് പറയുന്ന പേര് ഉപവാസം എന്നാണ്. ഉപ എന്നാൽ അടുത്ത്, വസിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ആരുടെ അടുക്കൽ? ഭക്ഷണത്തിൻ്റെ അല്ല, ഈശ്വരൻ്റെ അടുക്കൽ ഇരിക്കുക. ഈശ്വരനെ പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഭഗവത് കാര്യങ്ങൾ ചെയ്യുക, നാമസങ്കീർത്തനങ്ങളെല്ലാം ചെയ്യുക. ഇതാണ് ഉപവാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചിലരെന്ത് ചെയ്യും? ശിവരാത്രിക്ക് ഉറക്കളയ്ക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ അന്നേ ദിവസം മുഴുവൻ TV കണ്ടോ, അല്ലെങ്കിൽ ചീട്ട് കളിച്ചോ, സീരിയൽ കണ്ടോ ഇരുന്നാൽ ശിവരാത്രി ഉറക്കളപ്പാകില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഉപവസിക്കണം, ഈശ്വരനെ പറ്റി ചിന്തിക്കണം, അല്ലെങ്കിൽ ഈശ്വര കീർത്തനങ്ങൾ നമ്മൾ ചൊല്ലണം. എന്നാൽ മാത്രമേ അത് ഉപവാസമാവുകയുള്ളൂ. ആചാര്യന്മാർ വളരെ രസകരമായിട്ട് പറയാറുണ്ട്, ഭാര്യയോട് ഭർത്താവ് വഴക്കടിച്ച് അന്നത്തെ ദിവസം രാത്രി ഒന്നും കഴിച്ചില്ല, ഇത് ഉപവാസമായിട്ട് പറയാൻ സാധിക്കുമോ? അതുപോലെ കൊക്ക് ഒറ്റക്കാലിൽ നിന്ന് ആ കുളത്തിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒറ്റക്കാലിൽ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നത് പോലെ നിൽക്കും എന്ന് പറഞ്ഞ് കൊക്ക് ധ്യാനം ശീലിക്കുകയാണെന്ന് പറയാൻ സാധിക്കുമോ? അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മനപ്രയാസം കൊണ്ട് ആരെങ്കിലുമായിട്ട് വഴക്കടിച്ചിട്ട് രാത്രി നമുക്ക് ഉറക്കം വന്നില്ല, അപ്പോൾ നമ്മൾ ഉറക്കളച്ചു എന്ന് പറയാൻ സാധിക്കുമോ? ഇതൊന്നും അതിനോട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ഈശ്വരനുമായി ചേരുന്ന, ഈശ്വരനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആ വ്രതം എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത് നമ്മളുടെ ഹൃദയത്തിലാണ്. ഹൃദി അയം എന്നാണ് ഈ വാക്ക്. ഹൃദി അയം എന്നാൽ ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം. ഈശ്വരൻ എങ്ങനെയുള്ളിടത്താണ് ഇരിക്കുക? ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള നിർമ്മലമായ സ്ഥലത്ത് മാത്രമേ ഇരിക്കൂ. നമ്മൾ എത്രമാത്രം നമ്മളുടെ ഹൃദയം പരിശുദ്ധമാക്കി വെക്കുന്നോ, എത്രമാത്രം നിർമ്മലമായി വെക്കുന്നോ, അവിടെ ഭഗവാൻ ഇരിക്കും. അർജുനോട് ഭഗവാൻ പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അതായത് ഈശ്വരൻ സർവഭൂതങ്ങളിലുമുണ്ട്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. ഇവിടെ ശിവരാത്രി ആയതുകൊണ്ട് മഹാദേവനുമായി ബന്ധപ്പെട്ടതാണ്. മഹാദേവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്? മഹാദേവൻ കൈലാസത്തിൽ വാഴുന്നു എന്ന് പറയുന്നു.
ഈ കൈലാസത്തിൽ എന്താണുള്ളത്? മഞ്ഞ് മൂടിയതാണ് എന്ന് പറയല്ലേ, ഹിമാലയം മഞ്ഞ് മൂടിയതാണ്. മഞ്ഞ് എങ്ങനെയാണ്? വളരെ ശുഭ്രമാണ്, നേർത്തതാണ്, പരിശുദ്ധമാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ മനസ്സ്. അങ്ങനെയുള്ള സ്ഥലത്ത് ആര് സ്ഥിതി ചെയ്യുന്നു? മഹാദേവൻ സ്ഥിതി ചെയ്യുന്നു. നമ്മളുടെ മനസ്സും ഹൃദയവും ഇതുപോലെ മഞ്ഞുപോലെ പരിശുദ്ധവും വെളുത്തതും നേർത്തതും ഒക്കെ ആക്കി തീർത്താൽ അവിടെ കൈലാസവാസിയായിട്ടുള്ള ആ മഹാദേവൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ മഹാദേവൻ്റെ ആ ഒരു സങ്കല്പത്തിനും ചില പ്രത്യേകതകളുണ്ട്. അതായത് ജനനവും മരണവും അല്ലെങ്കിൽ ശരീരം ത്യജിക്കുന്നതോ ഒന്നും ശിവനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറില്ല. നേരെ മറിച്ച് ശ്രീരാമൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ഒക്കെ പറയുമ്പോൾ അവർ ജനനം എടുത്തതിനെ പറ്റിയും ശരീരം ത്യജിച്ചതിനെ പറ്റിയുമൊക്കെ പറയുന്നുണ്ട്. നേരെ മറിച്ച് ശിവനുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയൊന്നും പറയാറില്ല. ഒരു തരത്തിലുള്ള അശുദ്ധിയും അപവിത്രതയും ശിവനില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറയുന്നുണ്ടല്ലോ, ശിവൻ മംഗളകാരിയാണ്, പൂർണ്ണമാണ്. ആ മംഗളകാരി ആയതുകൊണ്ടാണ് അപവിത്രത ഇല്ലാത്തത്. എന്നാൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും ജന്മമെടുത്തതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട്? ഭൂമിയിൽ വന്ന് ധർമ്മ സംസ്ഥാപനം നടത്തുന്നതിനായി ജന്മമെടുക്കേണ്ടി വന്നു. ജന്മമെടുത്തതുകൊണ്ടും ശരീരം ത്യജിക്കേണ്ടി വന്നതുകൊണ്ടും ചില അപവിത്രത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പേരിൻ്റെ മുന്നിൽ നമ്മൾ ആ അപവിത്രത മാറ്റുന്നതിനായി ശ്രീ എന്ന് ചേർക്കുന്നു. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഒരിക്കലും ശ്രീ ശിവൻ എന്ന് നമ്മൾ പറയാറില്ല. കാരണം ഭഗവാന് ആ അപവിത്രത ഇല്ല. മംഗളകാരിയാണ്, പൂർണ്ണനാണ്. ഇത് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുമ്പോഴും നമുക്ക് മനസ്സിലാവും. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ട് പ്രദക്ഷിണം വയ്ക്കാറില്ല. ഒരു വശത്തുകൂടെ ചെന്ന് ആ ഓവിൻ്റെ അവിടുത്തെത്തിയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുക. അതെന്തുകൊണ്ടാണ്? സാധാരണ പറയാറുണ്ട്, സോമസൂത്രം ന ലംഘയേത്, അത് കടക്കാൻ പാടില്ല. പിന്നെ അതിലൂടെ ആരാ ഒഴുകി പോകുന്നത്? ഗംഗാദേവിയാണ്. ഗംഗാദേവി എവിടെയാണ് ഇരിക്കുന്നത്? ശിവൻ്റെ ജടയിൽ ഏറ്റവും മുകളിലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. ഗംഗ കടക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അവിടെ ഇല്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ശിവൻ വ്യാപിച്ചിരിക്കുന്നു. പൂർണ്ണമായും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരാളെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുമോ? അതിർത്തിയുള്ള എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഒരാൾ നിന്നാലല്ലേ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റൂ, ഒന്ന് ചുറ്റി വരാൻ സാധിക്കൂ. പിന്നെ അതിന് അതിർത്തിയും വേണം. എല്ലായിടവും പരന്നു കിടക്കുന്നതിനെ നമുക്കെങ്ങനെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കും? അപ്പോൾ ആ ഓവിൻ്റെ അടുക്കലെത്തി നമ്മൾ ഭഗവാനോട് പറയുകയാണ്, നിൻ്റെ സർവ്വവ്യാപിത്വം എനിക്ക് മനസ്സിലാകുന്നു, നിന്നെ പ്രദക്ഷിണം വയ്ക്കാൻ എനിക്ക് സാധിക്കില്ല, ആ നിസ്സഹായ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ്. അതിനുശേഷമാണ് മറുവശത്ത് കൂടി പോയി നമ്മൾ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മംഗളകാരിയായിട്ടുള്ള മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിനെ അടക്കാൻ, ഇന്ദ്രിയങ്ങളെ അടക്കാനും ചിന്തകളെ അടക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം രാത്രി മുഴുവൻ, അതായത് അമാവാസിയുടെ തലേ ദിവസമാണ് ശിവരാത്രിയായിട്ട് വരുന്നത്, അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഉറക്കളച്ച് ഈശ്വര ഭജനം ചെയ്യുന്നു. അതോടുകൂടി നമ്മളുടെ മനസ്സിനും എന്ത് പ്രശ്നങ്ങളെ നേരിടാനുമുള്ള ഒരു കരുത്തും ആർജിക്കുന്നു. ഇതുപോലെയുള്ള വ്രതങ്ങൾ, നവരാത്രി വ്രതങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ ഉദ്ദേശവും നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ആത്മീയ കഥകളുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നമസ്കാരം.